ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ചാനലും കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക കേട്ടോ. ഈ വഴി നടക്കുന്ന ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം ഒരു 34K വ്യൂസ് എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് കമൻസും ഇട്ടിട്ടുണ്ട്. ഒരു 100-ലധികം കമൻറ്റ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. എന്നെ പോലത്തെ സ്റ്റാർട്ടഡ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് ഈ 34K വീഡിയോ വ്യൂസും പിന്നെ അതുപോലെ തന്നെ 100-ന് മേലെയുള്ള കമൻസൊക്കെ നമുക്ക് വലിയ കാര്യമാണ് കേട്ടോ. ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് വെക്കാം കേട്ടോ. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ ഈ വഴി പോകുമ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ വഴി പോകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, അങ്ങനെ ഒരു വണ്ടി പോലും അതിലേ പോകുന്നില്ല, ആൾക്കാർ പോലും പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ അപ്പോൾ അന്ന് ഇത് ഒത്തിരി വിജനമായ പ്രദേശം പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിലെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ ഭാഗത്തുള്ള എൻ്റെ നാട്ടിലത്തെ ഒരു മെയിൻ വഴി തന്നെയാണ് കേട്ടോ ഇത്. പക്ഷെ ആൾക്കാർ അങ്ങനെ കുറവാണ് ഈ ടൈമിൽ പോകുന്നത് കുറവ് തന്നെയാണ്. ഈ ഒരു ഈവനിങ് ടൈം കുറവാണ്. പിന്നെ ഇപ്പോഴേ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു വീട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഓനും ഓളും 2 കുട്ടികളാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ പശുക്കളും അങ്ങനെ എല്ലാം ഉണ്ട്. നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ പാലൊക്കെ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു വീട് വന്നിട്ടുണ്ട്. പക്ഷേ വരുന്ന സമയങ്ങളിൽ ആളെ വീട് അടച്ചിട്ടാണ് കേട്ടോ ഉണ്ടാവൽ. ഇപ്പം ഇങ്ങോട്ടേക്ക് പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് നമ്മളെ നാട്ടിൽ പുലി ഇറങ്ങി അവിടെ ഇവിടെ ആയിട്ട് കണ്ടു കിട്ടി എന്നുള്ള അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ആയി അങ്ങനെ ഒരു ന്യൂസ് നടക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ ഈ വരുന്ന വഴിയില്ലേ നമ്മൾ ഈ ഒരു അവിടെയും കണ്ടിനെന്നാണ് പറയുന്നത്. ഇപ്പോൾ പുലി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വരുന്ന സമയത്ത് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു നീ കടയിൽ പോയിട്ട് സാധനമെല്ലാം വാങ്ങിയിട്ടാണ് നിൽക്കുക, അപ്പോഴത്തേക്ക് ഞാൻ കൂട്ടാൻ വേണ്ടിയിട്ട് വരുന്ന എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇറങ്ങിയിട്ട് നടക്കുന്നതാണ് കേട്ടോ. ഇന്ന് ഞാൻ നടന്നു. അപ്പോൾ അധികം ഇരുട്ട് അങ്ങനെ കാണുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നടന്നത്. പിന്നെ എനിക്ക് തോന്നി ഞാൻ ഇറങ്ങി നടന്നതെന്ന് പറഞ്ഞാൽ എന്തായാലും വഴക്ക് പറയും. പിന്നെ എനിക്ക് തോന്നി വെറുതെ നടക്കേണ്ടതായിരുന്നു. എന്നാലും ചെറിയൊരു പേടി, വണ്ടി പോകുന്നതൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ പേടിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നടക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഓരോരോ സിനിമ ഉണ്ടല്ലോ, ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ്റെ മൂവിയുടെ പേരെന്താ, പുലിമുരുകൻ. അത് പിന്നെ ഒരുപാട് അങ്ങനെ ഇത് നമ്മുടെ ഇംഗ്ലീഷ് പടം അങ്ങനെ ഓരോരോ ടൈഗറിൻ്റെ പടം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇതിലേ പോകുമ്പോൾ പെട്ടെന്ന് വരുന്നതും അതെല്ലാം എനിക്കിങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങോട്ട് പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ സമയത്ത് 1-2 സ്ഥലത്ത് അത് പുലി എന്നെല്ലാം ആദ്യം പറഞ്ഞിട്ട് 2-3 ദിവസമെല്ലാം കഴിയുമ്പോൾ അത് കാട്ടുപൂച്ച എന്നെല്ലാം പറയലുണ്ട് കേട്ടോ. അപ്പോൾ സത്യാവസ്ഥ എന്തെന്നൊന്നും അറിയില്ല. അപ്പോൾ നിലവിൽ കണ്ടിട്ടുണ്ട് തന്നെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ റോഡെത്തി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തേക്കുള്ള റോഡെത്തി. അപ്പോൾ സമാധാനമായി. ഇനി വീട്ടിൽ നിന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ വഴക്ക് കേൾക്കുന്നതെന്ന് ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.